ഈശോ മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരീ സഹോദരന്മാരെ, ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആശംസിക്കുന്നു. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ സ്വർഗത്തിൻ്റെ സന്ദേശം ഇങ്ങനെ ദൂതൻ വഴി ആട്ടിടയന്മാർക്ക് വെളിപ്പെട്ട് കിട്ടി. ഇതാ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വെള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അപ്പത്തിൻ്റെ ഭവനത്തിൽ ബെത്ലഹേമിൽ, ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്, പിറന്നു വീണ വെള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് കിടക്കുന്ന രക്ഷകനെ കാണാനായിട്ട് ആട്ടിടയന്മാർ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ബോവാസിൻ്റെ വയലിൽ നിന്ന് ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിലേക്ക് വളരെ കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. റൂത്തിൻ്റെ ഭർത്താവായ ബോവാസിൻ്റെ വയലിൽ ആടുകളെ നോക്കിക്കൊണ്ട് രാത്രികാലം ആടുകൾക്ക് കാവലിരുന്ന ഇടയന്മാർക്ക് രക്ഷകൻ അടുത്തായിരുന്നു. എന്നാൽ പൗരസ്ത്യദേശത്തു നിന്ന് വന്ന ജ്ഞാനികൾക്ക് നക്ഷത്രം വഴി കാട്ടണമായിരുന്നു. നക്ഷത്രം വഴികാട്ടി അവർ ബെത്ലഹേമിൽ എത്തുമ്പോഴേക്കും ഏറെ പ്രതിസന്ധികളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. ഇടയ്ക്ക് അവർ ചെന്ന് കയറുന്നത് ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലാണ്. അടയാളങ്ങൾ കാണുന്നവർക്ക് രക്ഷകനെ കണ്ടെത്താനായിട്ട് താമസം ഉണ്ടാവും. അപ്പത്തിൻ്റെ ഭവനത്തിൽ കിടക്കുന്നവൻ പുൽത്തൊട്ടിയിലാണ് കിടക്കുന്നത്. വചനം മാംസം ധരിച്ച് മനുഷ്യരൂപത്തിലായത് പുൽത്തൊട്ടിയിൽ കിടക്കുന്നു. എന്തിനാണ് പുൽത്തൊട്ടിയിൽ കിടക്കുന്നത്? പുൽത്തൊട്ടി കന്നുകാലികൾക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കുന്ന സ്ഥലമാണ്. മൃഗസ്വഭാവമുള്ള മനുഷ്യനെ തിന്നാൻ വേണ്ടി മാംസം ധരിച്ച വചനം അപ്പമായി മാറി, അപ്പം ആഹാരമായി മാറി. അങ്ങനെ മൃഗസ്വഭാവമുള്ളവർ തിന്ന് ദൈവസ്വഭാവമുള്ളവരായിട്ട് മാറണം. അതിനവൻ പുൽത്തൊട്ടിയിൽ കിടക്കുകയാണ്. അവൻ്റെ ഈ പുൽത്തൊട്ടിയിലുള്ള കിടപ്പ് നിങ്ങൾക്കും എനിക്കും വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. അവൻ്റെ ശൂന്യവൽക്കരണം, അവൻ്റെ ചെറുതാകൽ ഈ ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ക്രിസ്മസിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മീയ പ്രചോദനമായിട്ട് മാറണം. ക്രിസ്തുമസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തുവിൻ്റെ ബലി എന്നാണ്. ക്രിസ്തുവിൻ്റെ ബലി, ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഈ വലിയ ശൂന്യവൽക്കരണം തന്നെ ഏറ്റവും വലിയ ബലിയാണല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനമുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കൺഫ്യൂഷ്യസ് പറഞ്ഞു, മരണമില്ലാത്ത ജീവൻ്റെ രഹസ്യം എന്താണ് എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അത് പറയാൻ വിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്നും വരും. വരാനിരിക്കുന്ന സർവജ്ഞാനിയെ കാത്തിരിക്കണം. അവനെല്ലാം അറിയും. അവന് സ്വർഗത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും അധികാരമുണ്ടായിരിക്കും. അവൻ ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ജനിച്ച് വളർന്ന് അവനിങ്ങനെ പഠിപ്പിച്ചു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണമില്ലാത്ത ജീവൻ്റെ രഹസ്യം താൻ തന്നെയാണെന്ന് അവൻ വെളിപ്പെടുത്തി. ശ്രീബുദ്ധൻ പറഞ്ഞു വെച്ചു BC 5-ാം നൂറ്റാണ്ടിൽ, എനിക്ക് ശേഷം ഒരാൾ വരാനിരിക്കുന്ന, അവൻ്റെ പേര് സ്നേഹമെന്നായിരിക്കും, ദമത്രേയൻ എന്നവൻ വിളിക്കപ്പെടും. അവൻ്റെ വരവോടുകൂടി അയോയുഗം അവസാനിക്കും, അന്ധകാരത്തിൻ്റെ ഭരണം അവസാനിക്കും, ഒരു പുതുയുഗ പിറവി. അതേ, ചരിത്രം രണ്ടായിട്ട് മുറിക്കപ്പെട്ടു, AD-യും BC-യുമായി അവൻ്റെ ജനനത്തോടെ. ലോകത്തിൽ എത്രയോ പേര് കടന്നുപോയി, പക്ഷെ ചരിത്രത്തിൽ കാര്യമായിട്ട് ഒരു ചലനവും സൃഷ്ടിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ ജനനത്തോടെ ചരിത്രം, ലോകചരിത്രം രണ്ടായി, AD-യും BC-യുമായി. യേശുവിനെ സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിലുമുണ്ട് ഈ AD-യും BC-യും. യേശുവിനെ കണ്ടെത്തുന്നതിന് മുമ്പുള്ള ഒരു ജീവിതവും കണ്ടെത്തിയതിന് ശേഷമുള്ളൊരു ജീവിതവും. യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ആ അനുഭവമാണ്. ആട്ടിടയന്മാർക്ക് തൊട്ടടുത്തായിരുന്നു പുൽക്കൂട്, ജ്ഞാനികൾക്ക് ഏറെ അകലത്തായിരുന്നു, കണ്ടെത്താൻ ഏറെ വൈകി. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തുകാർക്ക് എഴുതുമ്പോൾ 2-ാമത്തെ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു:
യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഉള്ളിൽ വസിക്കുന്നവനെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ക്രിസ്മസ് അനുഭവം. ഉള്ളിൽ വസിക്കുന്നവനെ കണ്ടെത്തുമ്പോഴാണ് മറ്റുള്ളവരുടെ ഉള്ളിലും യേശു വസിക്കുന്നു എന്ന സത്യം തിരിച്ചറിയാൻ സാധിക്കുക. ആയിരം പുൽക്കൂടുകളിൽ യേശു ജനിക്കുമ്പോൾ ഉള്ളിൽ വസിക്കുന്നവനെ കണ്ടെത്താൻ സാധിക്കാത്ത ക്രിസ്മസാണ് എൻ്റെ ക്രിസ്മസ് എങ്കിൽ എൻ്റെ ക്രിസ്മസിന് എന്താണ് അർത്ഥം? മറ്റുള്ളവരുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ക്രിസ്മസ് കൊണ്ട് എന്താണ് പ്രത്യേകമായിട്ടുള്ളത്? നമുക്ക് ക്രിസ്തുവിനെ കാണാം, ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കാം. ആട്ടിടയന്മാർക്ക് അവർ കണ്ടെത്തിയ രക്ഷകനെ ഇഷ്ടപ്പെട്ടു. കാരണം ആട്ടിടയന്മാർക്ക് വീടില്ലായിരുന്നു, അവർ ദരിദ്രരായിരുന്നു. അവരെപ്പോലെയുള്ളൊരു രക്ഷകൻ, വീടില്ലാത്ത രക്ഷകൻ, തണുപ്പത്ത് കടന്ന് വിറയ്ക്കുന്ന രക്ഷകൻ, നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് താതാത്മ്യപ്പെട്ട് ഇറങ്ങി വരുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളോട് പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സമാനത പുലർത്തുന്ന ആ രക്ഷകനെ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായി സർവസ്വമായി സ്വീകരിച്ചുകൊണ്ട് കുമ്പിട്ട് ആരാധിക്കാം. നമുക്കൊരു പക്ഷേ സമർപ്പിക്കാനായിട്ട് സ്വർണമോ വെള്ളിയോ കാഴ്ചവസ്തുക്കളായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ അവന് കൊടുക്കാം. അവനതാണ് ആഗ്രഹിക്കുന്നത്. എനിക്കുള്ളതല്ല, എന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നമുക്ക് പരസ്പരം കൈമാറുമ്പോൾ, പുതുവത്സരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ, ഒരു പുതിയ ജീവിതത്തിനുള്ള ആഗ്രഹത്തോടെ, തീവ്രമായ അഭിലാഷത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം. എല്ലാവരെയും പുൽക്കൂട്ടിൽ ജനിച്ച ഈശോ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ജോർജ് കുന്നുംപുറത്ത്.